നിങ്ങൾക്ക് 3 പേർക്ക് ഇവിടെ എന്താ പരിപാടി? നല്ല കളക്ഷൻസ്. എന്തിന്റെ കളക്ഷൻസ്? നല്ല ഭംഗിയുള്ള സാധനങ്ങൾ. പറയൂ ഷംലി പറയൂ. ഞങ്ങളിപ്പോ ഉള്ളത് ചാലിയം ബീച്ചിലാണ്. ഓക്കെ. വന്നിട്ട് കുറേ നേരായി. എന്തായിരുന്നു പണി നിനക്ക്? എന്തായിരുന്നു പണി? തെരയണ്ണൽ ഷംലി തെരയണ്ണ വന്നാണ്. അറിയോ എളിമാന്റെ കല്യാണത്തിന്റെ അന്നില്ലേ, അന്നൊരു പാട്ടുണ്ടല്ലേ, കുഞ്ഞിക്കിളിയേ കഴിക്കാൻ പാടില്ല. ആ പെണ്ണിപ്പോ കരയും. ആ പെണ്ണിപ്പോ കരയും. അങ്ങോട്ട് കൊടുത്താളെ ചായം കടിയായിട്ട് എത്തിയിട്ടുണ്ട് കേട്ടോ. ഒന്നുകൂടി പറഞ്ഞേ ഇവിടെ വാ ഓളം. അസ്സലാമലൈക്കും, വെൽക്കം ബാക്ക് ടു ഷംലി സാം. എൻ്റെ കൂടെ ഉള്ളത് നെസി, ലാഫില, വീണ്ടും നെസി, ഷംല, ഷംലി, കൂടെ ഞാനും. എന്താണ് നിനക്കൊരു പുണ്യം? എന്നെ പുച്ഛിച്ച് കഴിഞ്ഞാൽ പറയൂ ഷംലി പറയൂ. ഞങ്ങളിപ്പോ ഉള്ളത് ചാലിയം ബീച്ചിലാണ്. വന്നിട്ട് കുറേ നേരായി. എന്തായിരുന്നു പണി നിനക്ക്? എന്തായിരുന്നു പണി? തെരയണ്ണൽ ഷംലി തെരയണ്ണ വന്നാണ്. ആരാ പറഞ്ഞത്? ഇവിടെ വട കൊടുക്കൂ. വട വലിയ വട വേണോ ചെറിയ വട വേണോ? എന്തായാലും പോവും. അപ്പോൾ ഇവിടെ ഞങ്ങൾ മാക്സിമം എൻജോയ് ചെയ്തിട്ടുണ്ട്. കുറേ ഫുഡൊക്കെ അടിച്ച്, പിന്നെന്താണ് കുറേ ഫോട്ടോസൊക്കെ എടുത്ത്, കുറേ വീഡിയോസൊക്കെ എടുത്ത്. ഇതൊക്കെ കഴിഞ്ഞപ്പോഴാണ് എന്തോ ഓർമ്മ വന്നത്. ഇൻട്രോ എടുത്തിട്ടില്ല. അപ്പൊ എന്ത് വേണോ? ഇൻട്രോ വേണോ? ഇൻട്രോ വേണോ? അപ്പൊ ഞങ്ങള് ഇവിടെ വരുന്നത് മുതലുള്ള എല്ലാ വീഡിയോ കണ്ടിട്ട് തിരിച്ചു വാ. എപ്പോ ആര് എങ്ങനെ ഒന്നും മനസ്സിലായില്ല. വീണ്ടും പറ. അതെ, പഴയ വീഡിയോസ് ഒക്കെ പോയി കണ്ടോളൂ. ഇതിന് മുന്നേ എടുത്ത് ഷൂട്ട് ചെയ്തിട്ടില്ല അല്ലേ? നീ ഒന്ന് പറഞ്ഞു കൊടുത്താ എന്താ ചെയ്യേണ്ടത്? ഇതിൽ കുറേ പുതിയ അംഗങ്ങളെ നിങ്ങൾ കാണാൻ പോവാണ്. ഇതുവരെ കണ്ടിട്ടില്ലാത്തവരൊക്കെ ഈ മുഖങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാവും. വളിഞ്ഞ മുഖങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാവും. ഇതാണ് ശ്യാമ വീഴ എന്നെ തള്ളിയിടാൻ നോക്കിയാണ് നീ. അതേട്ടില്ലേ സാഷ്ടാംഗം ഇങ്ങനെ സാഷ്ടാംഗം പരിണമിച്ചതാണ്. സാഷ്ടാംഗം പരിണമിച്ചതാണ്. ഞാൻ പറഞ്ഞപ്പോ സാഷ്ടാംഗം പ്രണയിച്ചതായി പോയി. അത് പൊട്ടി സാരില്ല. അപ്പൊ എന്താണ് ഷംലിയ, വീഡിയോ കണ്ടിട്ട് വാട്ടാ. കണ്ടിട്ട് വാ. കണ്ടിട്ട് വന്നാൽ മാത്രം പോരാ, അഭിപ്രായങ്ങളൊക്കെ കമന്റ് അറിയിക്കണം. ഇത് ഞങ്ങളൊരു യാത്രയിലാണ് ഉള്ളത്. ഞങ്ങളിപ്പോൾ ബീച്ചിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ മാത്രമല്ല, ഇനിയും ആളുകൾ കയറാനുണ്ട്. അപ്പോഴേക്കും ഞാൻ വിചാരിച്ചു ഒരു കാര്യം നിങ്ങളുടെ അടുത്ത് പറയാമെന്ന്. ഞാൻ ലൈവിൽ വന്നിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മൾ ഏറ്റവും വലിയൊരു സന്തോഷം എന്ന് പറയുന്നത് നിങ്ങളുടെ സപ്പോർട്ടാണ്. സപ്പോർട്ടിൻ്റെ കൂടെ നിങ്ങൾ ഒരുപാട് കമൻറ്റ് ചെയ്യുന്നുണ്ട്. ഒരുപാട് പേര് ഒരുപാട് കമൻസുകൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഒരുപാട് കമൻറ്റ്സ് ചെയ്യുന്ന കുറേ പേരുണ്ട് കേട്ടോ. അതൊക്കെ ഇവിടെ നമ്മുടെ യൂട്യൂബ് സ്റ്റുഡിയോയിൽ നമുക്ക് കാണാൻ സാധിക്കും. ആരൊക്കെ എത്ര കമൻറ്റ് ചെയ്തു, ഏറ്റവും കൂടുതൽ കമൻറ്റ് ചെയ്തിട്ടുള്ളത് ആരാണ്, ഈ ആഴ്ച ഏറ്റവും കൂടുതൽ കമൻറ്റ് ചെയ്തിട്ടുള്ളത് ആരാണ്, അങ്ങനെയുള്ള എല്ലാ ഡീറ്റെയിൽസ് ഇതിലുണ്ടാവും കേട്ടോ. ഈ ആഴ്ചയിൽ ഒരു 5 പേരുത ഉണ്ട് കേട്ടോ. അവർ തന്നെയാണ് അധികം ആഴ്ചകളിലും ഓരോ പേര് തന്നെയാണ് കൂടുതൽ ഉണ്ടാവാറുള്ളത്. ഫസ്റ്റ് വന്നിട്ടുള്ളത് പാഷൻ ഓഫ് സെമി. എപ്പോഴും നമുക്ക് കമൻറ്റ് ചെയ്യാറുള്ള ഒരാളാണ് കേട്ടോ പാഷൻ ഓഫ് സെമി. ഇത് കഴിഞ്ഞ ഒരു ലൈവിൽ വന്നിട്ട് കമൻറ്റ് ഇട്ടപ്പോഴും ഞാൻ അവരെ കമൻറ്റ് വായിച്ചിരുന്നു. അപ്പോഴും ഞാൻ പറഞ്ഞിരുന്നു എപ്പോഴും കമൻറ്റ് ചെയ്യാറുണ്ടെന്നാണ്. അപ്പോൾ ആളിപ്പോൾ 2 ദിവസം മുമ്പ് ഇൻസ്റ്റഗ്രാമിൽ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാനാണ് ആൾ എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര ഒരു പോസിറ്റീവ് വൈബുള്ള ആളായിരുന്നു. ഞങ്ങളൊക്കെ ഏകദേശം ഒരേ ഏജിലുള്ളവരാണ്. ഈ സെമിയായിട്ട് സംസാരിച്ചപ്പോൾ സത്യം പറഞ്ഞാൽ ഒരുപാട് സന്തോഷം തോന്നി കേട്ടോ. പിന്നെ എന്തായാലും താങ്ക് യു സെമി. ആദ്യത്തെ ആൾ കമൻറ്റാണ് നിൽക്കുന്ന ഈ ഒരാഴ്ചയിൽ 76 കമൻറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. കുറച്ച് പുതിയ ആൾക്കാരെ പരിചയപ്പെടുത്തുമ്പോൾ അതിലൊരു അഡാറായിട്ട് മക്കളെ വെയിറ്റ് ചെയ്യും. ആരാ കാണാം, വീറ്റ് ആൻഡ് വാച്ച്.
ഇതാരൊക്കെയാണ് എൻ്റെ പോനെ? നീ എവിടേക്കാണ്? ബീച്ചിലോട്ടാ? ഫുള്ള് ബീച്ച് ഡ്രസ്സൊക്കെ ഇട്ടിട്ട് അപ്പയ എന്താണ്? ഇതാണ് ഞാൻ പറഞ്ഞ സ്പെഷ്യൽ ക്യാരക്ടർ. ആപ്പിലൊന്ന് മുഖം കൊടുക്കണോ? ഇവരൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പരിചയപ്പെടുത്തട്ടാ. ആദ്യം വണ്ടിയിലോട്ട് കയറി നമ്മൾ സ്ഥലത്തോട്ട് മൂവ് ആവട്ടെ. കമാൺ കമാൺ കമാൺ, ചാടി ചാടി കിട്ടാ. നിങ്ങൾക്ക് 3 പേർക്ക് ഇവിടെ എന്താ പരിപാടി? എന്തിന്റെ കളക്ഷൻസ്? എന്തിനാണ് അതായത് യൂസ് ചെയ്യുന്നത്? പറയൂ. ഇത് ഡ്രൈ ആവോ? എന്നെ എങ്ങനെ ഡ്രൈ ആവുക? എന്താണ് സാധനം? എന്താണ് ക്ലേ? ആർക്കാണ് ക്ലേ? നിനക്കാ? നീയാണ് ഇവിടുത്തെ കൊച്ചു കുഞ്ഞ്? തലയിൽ മുണ്ടട്. വെല്ലക്കുട്ടിക്ക് പറ്റിയ ചെറുപ്പം കണ്ണാടിയോ? വല്ലക്കുട്ടിക്ക് നിനക്ക് മാച്ച് ആയിട്ടുള്ള സാധനമാണ് അത്. അവിടെ അവർ എൻജോയ് ചെയ്ത് വരട്ടെ. ഇഷ്ടം പോലെ നേരം. ഇന്നലെ നമ്മൾ ഇന്നിവിടെ പാർക്കും, എന്നിട്ട് നാളെ പോവുള്ളൂ. പണ്ടത്തെ ഓർമ്മ, മദ്രസയിൽ പോകുമ്പോഴുള്ള ഓർമ്മയാണ് അല്ലേ? അത് വേണ്ടേ? വാങ്ങിക്കോ. ഇതാണ് ഞാൻ പറഞ്ഞ കഥാപാത്രം. നീ വന്ന് കയറിയപ്പോൾ തന്നെ തീറ്റ തുടങ്ങിയില്ലേ? ഇറങ്ങിയിട്ടുള്ളൂ, പക്ഷെ കയറിയപ്പോഴെന്ന് ഞാൻ പറഞ്ഞത്. എന്താണ്? പുളിമിഠായി? ഗർഭിണിയും തുറപ്പില്ലേ ജി? സത്യം പറ. 2 ഇവിടെ മോളെ. ശശി തലയിൽ മുണ്ട്, ഞാൻ കട്ട് ചെയ്യൂല. ഇതാരത് സ്റ്റൈലിഷ് ആയിട്ട്? ഇതാരാ? ഞാനാരാ? പറ. അല്ല ബേബിന്റെ പച്ച മോളെ, സുന്ദരി വാവേണത്. നാഫിൽ എന്നിട്ട് പറ. നാഫി പറ എന്തൊക്കെയാണ് വിശേഷങ്ങൾ? നീ എന്തിനാണ് ഇപ്പൊ ഇവിടെ വന്നുള്ളത്? നീ ഏതായാലും വിളിച്ചതല്ല, അപ്പൊ ഒന്ന് മുതലാക്കാൻ. മുതലാക്കാൻ വന്നാണല്ലോ നിന്നെ. ഇപ്പൊ കിട്ടും മുതലാക്കാന്. അത് ഞാൻ അവിടുന്ന് ഒരു മിനിറ്റ്, കൂന്തൽ നിറച്ചൊക്കെ അവിടെ ഉണ്ടാവും. ഒക്കെ നോക്കുക പോരാ. ഞാൻ അവിടുന്ന് നല്ല ഓംലെറ്റ് സാൻഡ്വിച്ച് എൻ്റെ ഈ ശുദ്ധമായ കൈകൾ കൊണ്ട് ഉണ്ടാക്കിയത്. നിങ്ങളെ ഞാൻ പുറത്താക്കുന്നാല്. അതല്ല, അപ്പൊ ഇവിടെ ഈ ബസ് സ്റ്റോപ്പിൽ എന്തിനാ നിർത്തിയാണ്? ഇവിടെ സാധനം വാങ്ങിച്ചിട്ടാണല്ലേ? വാങ്ങിച്ചോളൂ. പിള്ളേരെല്ലാം വരട്ടെ എന്ന്. ഈ കടയിലത്തെ സാധനങ്ങൾ മുഴുവൻ ആപ്പൻ്റെ വക. എപ്പോ അങ്ങനല്ല വരേണ്ടത്. പഹയരെന്നല്ല വരേണ്ടത്, ശൈത്താന്മാരേന്നാ വരേണ്ടത്. കമാൺ എവരിബഡി ഗെറ്റ് റെഡി. വെറും 3 വണ്ടി ആൾക്കാരുള്ളൂ. 3 വണ്ടിയുള്ളൂ. നിങ്ങൾ വന്നിറങ്ങിയപ്പോ ചാലിയെന്ന് ഇറങ്ങി. പോലീസുകാരെന്താ പറഞ്ഞറിയോ? എവിടുന്നിടത്ത് എന്താണ് ഓട്ടോറിക്ഷ ബസ് സ്റ്റാൻഡോ? നമുക്ക് പറഞ്ഞ ഓട്ടോറിക്ഷ ബസ് സ്റ്റാൻഡോ? ഇത്രയും ആൾക്കാരോ? ഞാൻ ബലം പിടിക്കുന്നില്ലല്ലോ, നിങ്ങളാണല്ലോ ബലം പിടിക്കുന്നത്. ഞാൻ ഷാനുവിനെ എവിടെയും കണ്ട പോലെ. ഷാനുവിൻ്റെ അതേപോലല്ലേ ഒരാൾ. സോറി, നമ്മളെ കുട്ടീനാണ്. ആര്? നീയൊക്കെ എന്തിനാണ് ഈ കെട്ടിയെടുക്കുന്നത്? വെറുതെ ആദം ഒറ്റയ്ക്ക് വരില്ല, ഞാനും കൂടെ വന്നു. പിന്നെ മമ്മിയുടെ കയ്യിൽ കൊടുത്താൽ മതി. അയ്യോ, ആദം പോയി. ആദം ഞാൻ കാണിച്ചിട്ടെ. ഈ ആദം ഇതാ, ഈ ചെറിയ സാധനത്തിന് ഈ ആദം എന്നൊക്കെ പറയുന്നത്. കാണിച്ച് എവിടെ? അല്ല പശുവിനെ. ഇതിൽ പുതിയ കഥാപാത്രങ്ങൾ ഇട്ടോ. നിങ്ങൾ ചോദിച്ചാൽ മതി. നോക്കിയേ, പച്ച ഫുൾ കളർഫുള്ളാ.
ഇനി ഒരു പച്ച തത്തി കൂടി വളരുന്നത്. എവിടെ മരുവളോടെ മരുമകനതാ. ഹായ് ഹലോ പൊന്നെ. എന്നാ പിന്നെ എവിടെ വലിയ റെസ്റ്റോറൻറ്റ് എവിടെ വൈഫോടെ വൈഫ് മുങ്ങി തോന്നുന്നുണ്ട്. ആണോ? ആരെ? ഒന്നുകൂടി പറഞ്ഞേ ഇവിടെ വാ ഓടല്ല പരിചയപ്പെടുത്ത്. ഡോക്ടറാണെന്നൊക്കെ പറഞ്ഞിട്ട് ഒന്നുകൂടി പറഞ്ഞു. എന്താ ചെയ്യണ്ടേ? യൂട്യൂബ് ചാനലിന്റെ പേരെന്താ? ഷംലി സാം. ഓക്കെ, എല്ലാരും സബ്സ്ക്രൈബ് ചെയ്യണം. ഒന്നുകൂടി ശരിയായിട്ടില്ല ഒന്നുകൂടി പറ. ഓക്കെ, എല്ലാരും എന്തായിരുന്നു പേര്? ഷംലി സാം. ഷംലി സാം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ആൻഡ് ലൈക്ക്. താങ്ക് യു. വെരി പറഞ്ഞ പോലെ തന്നെ എല്ലാവരും സബ്സ്ക്രൈബ്. നാഫിയെ ഈ ബോർഡല്ല ഈ കൊങ്ങിയാ? ഇല്ല. എന്നാ ഞാൻ കുഴങ്ങിന്ന്. ഞാൻ കുഴങ്ങിന്ന്. നാഫി മര്യാദ സർബത്ത് വാങ്ങി തന്നു. വെറുതെ ചോപ്പിട്ടുണ്ട് ഇറങ്ങിണ്. ഞാനുണ്ട് ചാലിയത്തിന്ന് പറഞ്ഞിട്ട്. പോവല്ല, നീ എവിടേക്കാ പോകുന്നത്? ഇന്ന് ഞങ്ങളെ ഗ്രൂപ്പിലുള്ളിൽ ഏറ്റവും റിച്ച് ആയിട്ടുള്ള ആളാണ് ഈ വരുന്നിട്ടാ. ഇന്ന് എളിമാൻ്റെ വകയാണ് ഫുൾ ചെലവ്. ആ റിച്ച് ആളുടെ ഭർത്താവാണ് ഈ വരുന്നത്. അബുദാബി കോർണേഷിൽ കൂടി പോണ പോലെ ഉണ്ട് അത്ര. ഇതൊക്കെ ചളി അടിച്ചുകൊണ്ടാണ് വരണ. ചളിയൊന്നും കിട്ടൂല. വെറുതെ അല്ല, ഒരു മണലേ. ഇവിടെ നല്ല പൂഴി മണൽ കിട്ടും. ഞങ്ങളിവിടെ ചെമ്മാട് ഇവരെ കണ്ടാത്തുണ്ടാ പരിചയണ്ടാ? യൂട്യൂബ് ചാനൽ ഞാൻ നിങ്ങളെ കണ്ട പാടന്നെ വേഗം മനസ്സിലായത്. പിടിച്ചു നിർത്തി അപമാനിക്കാലേ. ഓക്കെ, അടുത്ത വ്ളോഗിൽ നിങ്ങളുണ്ടാവും. കുഴപ്പമില്ലല്ലോ? ഓക്കെ, ശരി എന്നാ. താങ്ക് യു. ആസിഫലിന്റെ അടുത്ത് ഉസ്താദ് ഹോട്ടലില് ജഗബോബനല്ലേ ചോദിച്ച മാതിരിയായി. ഷമീസോടല്ലേ ഷംലി? പെട്ടെന്ന് പറഞ്ഞപ്പോഴേ ഷംലി സാം അടുത്ത് ചോദിച്ചിട്ടേ എക്സൈറ്റഡ് ആയിട്ട് ചോദിച്ചു, ഇവിടെ നിങ്ങൾ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ ഏതെങ്കിലും ചാനലില്? ഞാൻ പറഞ്ഞു അപമാനിച്ചു കഴിഞ്ഞെങ്കിൽ നമ്മളാൾക്കാര് ഇവിടെ കുറച്ച് ഇംഗ്ലീഷുകാർ ഇരിക്കുന്നുണ്ടല്ലോ. നോക്കട്ടെ ആരൊക്കെയാണ്? ഇതൊക്കെയാണ് ഫസ്റ്റ് ഇംഗ്ലീഷുകാർ ഇവിടെ വന്ന. ഇതാണ് നമ്മുടെ പ്രിയപ്പെട്ട നസി. മുഖം മറക്കല്ല. നിന്റെ പേരെന്താ? ഹഫാഫ. താങ്ക് യു സോ മച്ച് ഫോർ എന്താണ് പേര് പറഞ്ഞു കേട്ടാ. നല്ല കുട്ടി, സ്മാർട്ട് ഗേൾ. നീ ഇവളെ പേരെന്താ? ഇവളുടെ പേരെന്താ? ഫെല്ലമോണ്. ഫെല്ലമോണ്. നിന്റെ പേരെന്താ? ഷസാം. Fatima Shazam Mariam. Wow. Oh my God. Are you coming from where? You're coming from where? Kaka. നീ താങ്കൾ എവിടുന്നാ വരുന്നത്? പറയോ? ഞാൻ വന്നു. ഇത് നസി സീനിയർ,
ഇത് നെസി ജൂനിയർ. ഈ നെസിക്ക് എന്താണ് പറയാനുള്ളത് എനിക്ക് പ്രത്യേകിച്ച് ഈ ഒരു സാഹചര്യത്തിൽ, ഈ ഒരു ഇടവേളയിൽ എന്താണ് പറയാനുള്ളത്? വളരെയധികം സന്തോഷമുണ്ട്. സന്തോഷത്തിന്റെ പേരിൽ സർബത്ത് വാങ്ങി തന്നാല് മറച്ചോനെ സർബത്ത്. എവിടെ നമ്മുടെ വാപ്പച്ചിയൊക്കെ മുങ്ങിയിരിക്കുകയാണ്. നമുക്ക് എന്തെങ്കിലും ഇത് കുറച്ച് കാശ് ചെലവുള്ള സ്പോട്ടാണ്. അപ്പോൾ നമ്മളെ വാപ്പച്ചികളൊക്കെ മുങ്ങിയാണ്. വേറെ കാണിച്ചു കൊടുക്കരുത്. നോ. എന്തിന്? ആർക്ക് ഇത്രയും ടോയ്സ് അവിടെ ഉള്ളത്? നിനക്ക് പോരാ? ആർക്ക് രസം? പെല്ലക്കുട്ടിക്കാ അതോ നിനക്കാ? ഗൈസ്, ഈ അവിടെ ഉള്ള ടോയ്സ് മുഴുവൻ എടുത്ത് കളിക്കൽ ഈ ഷംലിയാട്ടാ. ഷംലിക്ക് കളിക്കാനും വേണ്ടിയിട്ട് ടോയ്സൊക്കെ വാങ്ങുന്നത്. അവർക്ക് നീ വല്ല പാത്രമോ ഗ്ലാസ്സോ സ്പൂണൊക്കെ? എത്ര ടോയ്സ് ഉണ്ടെങ്കിലും 2 പാത്രം, 2 സ്പൂണ്, 1 ഗ്ലാസ്, അതാണ് അവൾക്ക് വേണ്ടത്. ഫുഡ് ഉണ്ടാക്കുക തന്നെ. നിനക്കറിയാത്തതും ഫുഡ് ഉണ്ടാക്കുക. എന്തിനാ പറയണം? ദുഷ്ടാ. എന്നെ കൊണ്ട് ഇത്രക്കല്ല പറ്റുള്ള നസി. അല്ലേ നസി പറഞ്ഞു കൈ നീളുന്നിടത്തുള്ളവന്ന് നോക്കട്ടെ. താടാ ചീരമിട്ടാ ഇതാ. കമാൺ താല്പര്യം പോരാ. ഹായ് ചക്രന്നാ. അവൻ്റെ അമ്മോ മോളെ എന്ത് ചൂടാണ്, അൺസൈക്കബിൾ ചൂടാണ്. ഇത് നിനക്ക് കഴിക്കാൻ പാടില്ല എന്ന് അറിഞ്ഞൂടാ? ഷംലി ഞാൻ കഴിച്ചു കഴിഞ്ഞാൽ നിന്റെ പിടിച്ച് മാന്തത്. എന്ത് ചാറ്? ഷംലി അല്ല മൈമോ ചായ എവിടെ? മൈമോ ചായ എവിടെ? ബുർക്കയിട്ട സുന്ദരി ചായ കൊണ്ടുവരൂ. നിങ്ങൾ എന്ത് മനുഷ്യന്മാരാണ്. പിന്നെ സെതിലാപ്പനെ ഞാൻ മിക്കവാറും കടലിൽ മുക്കി താത്തുട്ടാ. ചേടാ ഞാൻ ഈ ചായ കിട്ടാനും വേണ്ടിയിട്ടാണ് വന്നത്. ടടാഷ്ടായി. നെസി പറയുന്നത് എന്താ അറിയോ? ചായ കൊണ്ടുവന്ന ചായ കാറിലായിരിക്കുന്നു. അത് എടുത്തുകൊണ്ട് വരാൻ ഇവിടുന്ന് ആരുടെങ്കിലും ഒരു ബൈക്ക് വാങ്ങിട്ട് പോവാൻ. നെസിന്റെ അങ്ങനെ പറ. ബൈക്ക് വേണോന്ന്? ബൈക്കുണ്ട്. എന്നാ ചെല്ല് ബൈക്കായിട്ട് പോ. ചായ എടുത്തോണ്ടോ. വലിയ ഡയലോഗ് അടിച്ചു. ബൈക്ക് തരാൻ ഇക്ക റെഡിയാണ്. ബൈക്ക് എവിടെ? അത് ചാവി. അതാണാല ചാവി. പടച്ചോനെ മനുഷ്യ ചിലപ്പോ പൾസറായിട്ട് മുങ്ങിട്ടാ. അത് കുഴപ്പമില്ല. ഇഷ്ടം പോലെ ആൾക്കാർ നിങ്ങൾക്ക് ഇതിനെ ശരിക്കും അറിയാഞ്ഞിട്ടാണ്. അപ്പൊ തീരുമാനിച്ചോളൂ. ഞാനേ ഇവിടെ പറഞ്ഞു കൊടുക്കുന്നേ നെസ്സിന്റെ അടുത്ത് ഇങ്ങനെ ഒരു കാര്യം ചെയ്താൽ മതി. ഇങ്ങനെ നടന്നാൽ മതി. ഇത്ര പാരാവെന്ന് വിചാരിച്ചില്ല. കഴിഞ്ഞാ ഹായ് പോന്നോളൂ. വീഡിയോ എടുത്താൽ കുഴപ്പമില്ലല്ലോ. കാണാറുണ്ടാ? എവിടെയാണ് സ്ഥലം? ഹായ്. കൈ രണ്ടും ഇതായതുകൊണ്ടാണ്. വേങ്ങര. നമ്മൾ സബ്സ്ക്രൈബേഴ്സിനെ കണ്ടിട്ടുണ്ട്. നിങ്ങളെ ഹായ് പറഞ്ഞപ്പോൾ തന്നെ ഇത് തോന്നി. നമ്മളെ വീഡിയോ കാണുന്നവരാവുന്നു. പോവാണ്. അതെ, നല്ല വെയിലല്ലേ. ഞങ്ങൾ വന്നിട്ട് 3-4 മാസമായി. നാട്ടിൽ വന്ന ശേഷമുള്ള വീഡിയോ കണ്ടിട്ടുണ്ടാവില്ല അല്ലേ? അതെ എന്നാ കണ്ടോളോണ്ടില്ലേ തരക്കത് അടക്കെ ഇല്ല. അപ്പൊ തന്നെ ഇല്ല. ശരി ട്ടാ. ശരി, അസ്സലാമു അലൈക്കും. ടാറ്റാ. ആരാപ്പ ബൈക്കിൽ പോണത്? ഇത് ഇങ്ങനെ ആവുന്ന ഒരിക്കലും വിചാരിച്ചില്ല. വലിയ ഡയലോഗ് അടിച്ചില്ല. ചായ കൊണ്ടുവന്ന ചായ ഒന്നിലും കഷ്ടപ്പെട്ടിട്ട് സാൻഡ്വിച്ചൊക്കെ ഉണ്ടാക്കിയതല്ല. ചായ എടുക്കാൻ പോയതാണ്. ആൾക്കാരെ ദിവസമാണ്.
ഇപ്പച്ചിന്റെ ജിഷാട്ടാ ഇപ്പച്ചി വലിയ ഡയലോഗ് അടിച്ചതായിരുന്നു ഹലക്കുട്ടിയാ. 1 minute 37 seconds later. ചായം കടിയായിട്ട് എത്തിയിട്ടുണ്ട് കേട്ടോ. ചായ 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 ഹോംലി ഫുഡ് മാത്രമേ ഞങ്ങൾ കഴിക്കാറുള്ളൂ. ഈ ഒരു അസുലഭ നിമിഷത്തിന് നമ്മളെ ബൈക്ക് തന്ന് സഹായിച്ച ഈ ആ ഇക്കാക്കും പരിചയപ്പെട്ട ആ ഇക്ക ഫുൾ ബിസിയാണ്. ഇക്ക അത് അവിടേക്ക് എവിടേക്കോ പോയതാണ്. അതുകൊണ്ട് ഇക്കാനെടുത്ത താങ്ക്സ് പറയാം. ഇത് കൊടുക്കാനുള്ള ഭാവമൊന്നുമില്ലേ? താങ്ക്സ് പറയുന്നു ഇക്ക താങ്ക് യു. ഇക്ക ഗുഡ് മോർണിംഗ് ടീച്ചർ താങ്ക് യു സാർ. അതിനെ മൂപ്പര് ഭയങ്കര ബിസിയാണ്. ഇവിടെ ഇറങ്ങി വരണോടെ തന്നെ ഇക്കാൻ്റെ കട ഉണ്ടിട്ട് അവിടെ നിന്ന് സാധനങ്ങൾ വാങ്ങിക്കൊണ്ട് എല്ലാവരും സാറിനോ നമുക്ക് ഇനി അവിടെ അവിടെ അത്ര വലിയ വെയിലൊന്നുമില്ല. അതന്നെ മൂപ്പര് ഭയങ്കര ബിസിയാണ്. ഒന്ന് നോക്കാനും സമയം ഉണ്ടാവോ? കുടുംബസമേതം സാധനങ്ങളായിട്ടൊക്കെ വന്നിക്കണത്. അല്ല എന്തൊക്കെയാ വെറൈറ്റി സാധനം. ഇതാരതാണ്? മൈമമ്മായിയ? ഏതമ്മായി? കുഞ്ഞുട്ടി അമ്മായി. അങ്ങക്ക് എലീമ. ഇത് ഷാജി എലീമാൻ്റെതാണ്. അട ഷമൂഷ. ഇതെന്താ? അതായിരുന്നാ? ഇത് മൈമമ്മായിൻ്റെത്. ഇത് സാമിക്ക സ്പെഷ്യൽ. ഞാൻ കാക്കാക്ക് കൊണ്ടേ കൊടുക്കുക. എന്റെ കുട്ടിക്ക് ഒരു പഴംപൊരി കൊടുത്താ ഏത് കാപ്പിയാ? ബൈക്ക് എന്തുകൊണ്ടല്ലോ ഇത്രയും സാധനം ഇവിടെ എത്തിയത്? പാലം കിടക്കോളം നാരായണ പാലം കിടന്നിട്ട് നമ്മളെ സബ്സ്ക്രൈബേഴ്സ് ഒക്കെ ബാക്കിൽ കൂടെ പോകുന്നുണ്ട്. ഒരു ഹായ് ഒക്കെ തരുന്നുണ്ട്. ടിഷ്യൂം തന്നാ മതിയോ? എന്താ നസി കേസ് ഇതിലില്ലേ? ഇവിടെ ബാക്കി ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ കച്ചവടത്തിന് വെക്കാം. കിട്ടുന്ന കാശായിട്ട് നമുക്ക് വേറെ എന്തെങ്കിലും വാങ്ങാം. നമുക്ക് മറച്ചു വെക്കാം അതൊക്കെ. കഴിച്ച പ്രോൺസ് ആണ്. പ്രോൺസ് ചെമ്മീനല്ല പ്രോൺസ്. ഞാൻ അവളോട് പറഞ്ഞു ഇതിനുള്ളിൽ ചെമ്മീനാണ്. അപ്പോൾ അവൾ പറയും പ്രോൺസ് ആണ്. നല്ലതാ. ചെറുതായിട്ടൊന്ന് കരിഞ്ഞിട്ടുള്ളൂ. നീ എന്തോ പറഞ്ഞു കുറ്റം പറഞ്ഞില്ലേ? സത്യം പറയും. എന്താ പറഞ്ഞേ? ആർക്ക്? ഷംലിക്ക എലീമി ആപ്പിയും പണ്ട് ഞാൻ പറയും പണ്ടത്തെ കഥ എടുത്തിടൂ. പണ്ട് ഇവര് ബോംബെ ബീച്ചുകൾ ഹൗവ ബീച്ചുകളിലൂടെ ഇവര് രണ്ടുപേരും ഷോർട്സ് ഇട്ടുകളെ ഹൗവ ഹൗവ ആ ഹൗവ. ഏതാ പാട്ടേറിയോ? പാട്ടേതറിയോ? ഹൗവ ഹൗവ ഹൗവ. എളിമാന്റെ കല്യാണത്തിന്റെ അന്നില്ലേ, അന്നൊരു പാട്ടിനല്ലേ കുഞ്ഞിക്കിളിയേ ആ തെങ്ങുമ്പോ ചുറ്റുന്ന സമയത്താണ് അപ്പാന്റെ തലയ്ക്ക് തേങ്ങ വീണത്. ഈ പോകല്ലേ. ഫോക്കസ് ചെയ്യുന്നുണ്ട്. സുന്ദരിയാണ്. ഇവിടെ വാ. അവള് മുങ്ങി നോക്ക്.
പറഞ്ഞത് കേട്ടാ ആ. തേങ്ങ വീണ് അന്നാണ് ആപ്പാന്റെ കിളി അന്ന് സത്യം അന്ന് കിളി. എനിക്ക് തോന്നുന്നു എളിയമ്മ മനഃപൂർവ്വം ആരെ തെങ്ങുമ്പോ കയറ്റിയിരുത്തായിരുന്നു തേങ്ങ തലയിക്കിടാന്. എളിമ പറഞ്ഞേ കറക്റ്റ് ഞാൻ ഈ സ്പോട്ടിൽ കൊണ്ടുവരും, അപ്പൊ കറക്റ്റ് തേങ്ങ തലയിൽ കിട്ടോണ്ടിന്ന് പറഞ്ഞ്. കല്ലുമ്മക്കായ എല്ലാം കൂടി എടുത്തിട്ട് ഞാൻ മുകളിലോട്ട് വരും കേട്ടാ. ചാടി പിടിക്കണം. ചൂടുണ്ട്, ചൂട് നല്ല ചൂടുണ്ട്. കാണില്ലല്ലോ അതെന്താ ഇങ്ങനൊക്കെ. ആദ്യം മൂത്തവർ തിന്ന മുതുനെല്ലിക്ക അപ്പൊ ആരും കൈകാട്ടില്ല. ആദ്യം കഴിക്കും. മൂത്തവരെന്ന് പറയുമ്പോ ആദ്യം കഴിക്കും. പിന്നെന്താണ് ശരി ഉത്തരം പറയുന്നവർക്ക് 2 എണ്ണം. അതൊക്കെ ഇവിടെ ഒരാളെ മുഖം മാറി കൊടുക്കാഞ്ഞിട്ടാ. ആ മുഖം വ്യക്തമായി ഒപ്പിയെടുത്തോ. കഴിഞ്ഞു ഇല്ല. നോക്കട്ടെ കാണട്ടെ ഒന്ന്. അവൾക്കില്ല. അവൾക്കില്ല, അവള് ഒന്ന് കഴിച്ചതാണ്. 2 എണ്ണം കഴിക്കാൻ പാടില്ല. ആ പെണ്ണിപ്പൊ കരയും. ആ പെണ്ണിപ്പൊ കരയും. അങ്ങോട്ട് കൊടുത്താളെ. എന്തിനാ കരയിപ്പിക്കുന്നത്? ഇനി ഒന്നും കൂടി ഉണ്ട്. മെസ്സി കിട്ടിയിട്ടില്ല. വാങ്ങിച്ച ഞാനാരായി? ശശി ശശാങ്കൻ ഷോണപ്പൻ. അങ്ങനെ ഞങ്ങൾക്ക് നല്ലൊരു സാഹ്യാനം സമ്മാനിച്ച ഈ ചാലിയം ബീച്ചിനോടും ബീച്ചിലെ നിവാസികളോടും ഇവിടെ വന്നിട്ടുള്ള എല്ലാവരോടും നന്ദി പറഞ്ഞുകൊണ്ട് ഞങ്ങൾ ഈ ബീച്ച് വ്ലോഗ് വൈൻഡപ്പ് ചെയ്യാണ്. ഷംലി വൈൻഡപ്പിന് സമയമായി. വൈൻഡപ്പ്. ആരും നല്ലൊരു വൈൻഡപ്പ് വരുന്നില്ല. വീണ്ടും വൈൻഡപ്പ്. എളി മാറി. നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദിയുണ്ട്, നമസ്കാരമുണ്ട്. കൂടെ ഒരു കോഴിയാടയുണ്ട്. Oh my God, ചെറിയ പെരുന്നാൾ ആശംസകൾ. താങ്ക് യു ഗൈസ്. താങ്ക് യു ഫോർ വാച്ചിങ് ദ വീഡിയോ. ടേക്ക് കെയർ. ബൈ ബൈ.